നോമ്പുകാലത്തിൻ്റെ പുണ്യദിനങ്ങൾ ആരംഭിക്കുമ്പോൾ സത്യസന്ധമായ ഒരു ചോദ്യത്തെ നേരിടാൻ പരിശുദ്ധ സഭ നമ്മെ ക്ഷണിക്കുക. വാട്ട് ഈസ് റണ്ണിങ് ഔട്ട് ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ എന്താണ് തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ സുവിശേഷം കാനായിലെ വിവാഹവിരുന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ വീഞ്ഞ് തീർന്നു പോവുകയാണ്. ആഘോഷം ഇപ്പോഴും തുടരുകയാണ്. അതിഥികൾ ഇപ്പോഴും സന്നിഹിതരാണ്. പക്ഷേ വളരെ അത്യന്താപേക്ഷിതമായ ഒന്ന് ആ വിരുന്നിൽ കുറഞ്ഞു പോവുകയാണ്. സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ പെട്ടെന്ന് ശൂന്യതയാൽ അടയാളപ്പെടുത്തപ്പെടുകയാണ്. ഒരുപക്ഷെ അത് മനുഷ്യ ഹൃദയത്തിൻ്റെ ഒരു ചിത്രമല്ലേ? പലപ്പോഴും നമ്മളൊക്കെ പുറമെ വളരെ സുന്ദരമായിട്ട് കാണപ്പെടുന്നു, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വരണ്ടു പോകുന്ന അവസ്ഥ, പ്രാർത്ഥനയുടെ വരണ്ട അവസ്ഥ, സമാധാനത്തിൻ്റെ വരണ്ട അവസ്ഥ, വിശ്വാസത്തിൻ്റെ വരണ്ട അവസ്ഥ, സ്നേഹത്തിൽ വരണ്ടുപോയ അവസ്ഥ, ഇങ്ങനെ നീണ്ടുപോവുകയാണ്. നമ്മുടെ പാപം, അശ്രദ്ധ, വൈരാഗ്യം, വിട്ടുവീഴ്ച, ഇവയൊക്കെ പതുക്കെ പതുക്കെ നമ്മുടെ ആത്മാവിൽ നിന്ന് ദൈവ കൃപ ചോർത്തി കളയുകയാണ്. നാം തിരിച്ചറിയാൻ പലപ്പോഴും വൈകിപ്പോകുമ്പോൾ അപ്പോഴേക്കും വീഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥ. എന്നാൽ നോമ്പുകാലം യഥാർത്ഥത്തിൽ എന്താണെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ശൂന്യതയുടെ അവസ്ഥയിൽ ഒട്ടും പരിഭ്രാന്തപ്പെടാതെ, യാതൊരു നാട്യങ്ങളുമില്ലാതെ യേശുവിൻ്റെ പക്കലേക്ക് തുറന്ന മനോഭാവവുമായി ഈ ശൂന്യതയുടെ അവസ്ഥയെ പരിശുദ്ധ അമ്മ കൊണ്ടുവരികയാണ്. അവൾ പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. നോമ്പുകാലത്തിൻ്റെ ആദ്യ പടി അതാണ്. നമ്മുടെ നാട്യങ്ങളും നമ്മുടെ ഭാവങ്ങളും ഒക്കെ ദൂരെ അകറ്റി നമ്മുടെ ശൂന്യത ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നോമ്പുകാലത്തിൻ്റെ ഏറ്റവും വലിയ നിർദ്ദേശവും പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് കൽപ്പിച്ചു നൽകുകയാണ്. Do whatever he tells you. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ഓർക്കുക, നമുക്ക് സൗകര്യപ്രദമായതല്ല, നമുക്ക് സുഖകരമായതല്ല, പിന്നെയോ അവൻ നിങ്ങളോട് എന്തു പറയുന്നുവോ അത് ചെയ്യുക. അവർ അനുസരിച്ചു. അവിടെ ആർക്കും ഈ ലോകത്തിൽ ചെയ്യാൻ സാധിക്കാത്ത വലിയ അത്ഭുതം അവിടെ കൂടിയ ജനക്കൂട്ടം മുഴുവൻ സാക്ഷ്യം വയ്ക്കുക. ഏറ്റവും മികച്ച വീഞ്ഞ്, അതും സമൃദ്ധമായി അവർക്ക് നൽകുക. ഇതാണ് നോമ്പുകാലത്തിൻ്റെ വാഗ്ദാനം. പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ കീഴ്പ്പെടുത്താൻ സാധ്യമാണെങ്കിൽ, അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, ഈ ദിനങ്ങളിൽ ക്രിസ്തുവിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യമായവയൊക്കെയും പൂർണ്ണതയായും സാധാരണമായതിനെ ദൈവകൃപയായും പുതിയ ജീവിതമായും അവൻ മാറ്റും. അവൻ ജീവിതത്തിൽ സമൃദ്ധി നൽകും. അതിനാൽ ഇന്ന് ഈ നോമ്പിൻ്റെ ആദ്യ ദിവസം നമുക്ക് സത്യസന്ധമായി ഈശോയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ പറയാം, ലോർഡ്, ഐ ഹാവ് റൺ ഔട്ട്. പശ്ചാത്തപിക്കുന്നൊരു ഹൃദയത്തെ യേശുദാൻ ഒരിക്കലും ശൂന്യമാക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു നോമ്പുകാലം എല്ലാവർക്കും ആശംസിക്കുന്നു.